നമസ്കാരം. കിം ജോങ് ഉന്നിനെ കൊല്ലാൻ സഹോദരി, മകളെ പിൻഗാമിയാക്കാൻ കിം ജോങ് ഉൻ. നമുക്കറിയാം, ഈ ഉത്തര കൊറിയയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ. അവിടെ അമ്മാവനെ കൊല്ലുന്നു, അർദ്ധ സഹോദരനെ വിഷം കൊടുത്തു കൊല്ലുന്നു. അങ്ങനെ ചിന്തിക്കുമ്പോൾ കിം കുടുംബത്തിലെ അടുത്ത ഇര ആര് എന്നൊരു ചോദ്യം ഉയരുന്നു. കാരണം അവിടെ ഈ ഉത്തര കൊറിയയിൽ കുടുംബ കലഹം മുറുകുകയാണ്. മകളെ വാഴിക്കാൻ വേണ്ടിയിട്ട് കിം ജോങ് ഉൻ ഒരുങ്ങുമ്പോൾ വെല്ലുവിളിയായിട്ട് എത്തുന്നത് കിം ജോങ് ഉന്നിന്റെ സഹോദരിയാണ്. കിമ്മിനെ തീർക്കാൻ സഹോദരിയുടെ ഒരു പദ്ധതി ഉണ്ടോ എന്നതടക്കം ഉത്തര കൊറിയ ചർച്ച ചെയ്യപ്പെടുന്നു. ഉത്തര കൊറിയയുടെ ഭാവി ഇപ്പോൾ ഒരു കൗമാരക്കാരിയുടെയും അവളുടെ കരുത്തയായ അമ്മായിയുടെയും കൈകളിലാണോ എന്നുള്ള ചിന്തകളാണ് ഇപ്പോഴുണ്ടാകുന്നത്. ദക്ഷിണ കൊറിയൻ ചാരസംഘടനയായിട്ടുള്ള NIS, ആ NIS നൽകുന്ന സൂചനകൾ പ്രകാരം കിം ജോങ് ഉന്നിന്റെ മകൾ കിം ജു ആയെ രാജ്യത്തിന്റെ അടുത്ത ഭരണാധികാരിയാകാൻ തയ്യാറെടുക്കുകയാണ്. ഇതോടെ രാജ്യം ഒരു വലിയ കുടുംബ കലഹത്തിലേക്ക് നീങ്ങുന്നതായിട്ടുള്ള സൂചനകൾ വരുന്നുണ്ട്. കിം ജു ആയെ രാജ്യത്തിന്റെ അടുത്ത നേതാവായി പ്രഖ്യാപിക്കുവാനുള്ള നീക്കം ഭാവിയിൽ തന്റെ കരുത്തയായ അമ്മായി കിം യോ ജോങ്ങുമായി ഏറ്റുമുട്ടലിന് കളമൊരുക്കിയേക്കാം എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഈ മാസം അവസാനം നടക്കാനിരിക്കുന്ന ഉത്തര കൊറിയയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ സമ്മേളനത്തിന് മുന്നോടിയായിട്ടുള്ള ഒരു നീക്കം അത് സജീവമാകുന്നു, നിർണായകമാകുന്നു. ഈ സമ്മേളനത്തിൽ കിം ജോങ് ഉൻ പ്രധാന ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുകയും തന്റെ അധികാരം കൂടുതൽ ശക്തമാക്കുകയും ചെയ്യും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. വരാനിരിക്കുന്ന വർക്കേഴ്സ് പാർട്ടി കോൺഗ്രസിൽ ആയിരക്കണക്കിന് പ്രതിനിധികൾക്ക് മുന്നിൽ കിം ജു ആയെ തന്റെ പിതാവിനൊപ്പം കാണുമോ എന്നാണ് ആകാംക്ഷയോടുകൂടി ജനങ്ങൾ കാത്തിരിക്കുന്നത്. 2022 നവംബറിൽ ഒരു ദീർഘദൂര മിസൈൽ പരീക്ഷണത്തിനിടെയാണ് കിം ജു ആയെ ആദ്യമായിട്ട് പൊതുവേദിയിൽ കണ്ടത്. അതിനുശേഷം ആയുധ പരീക്ഷണങ്ങൾ, സൈനിക പരേഡുകൾ, ഫാക്ടറി സന്ദർശനങ്ങൾ എന്നിങ്ങനെ പിതാവിനൊപ്പം നിരവധി പരിപാടികളിൽ പങ്കെടുത്തു കഴിഞ്ഞു അവർ. കഴിഞ്ഞ സെപ്റ്റംബറിൽ ചൈനീസ് നേതാവുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്കായിട്ട് അവർ പിതാവിനൊപ്പം ബീജിംഗിലേക്ക് യാത്ര ചെയ്യുകയും ചെയ്തു. കഴിവുറ്റ പുരുഷന്മാർ നയിക്കുന്ന ഉത്തര കൊറിയയുടെ യാഥാസ്ഥിതിക നേതൃത്വത്തിൽ ഒരു പെൺകുട്ടിയെ നേതാവായി തിരഞ്ഞെടുക്കുമോ എന്ന് മുൻപ് സോളിലെ ഉദ്യോഗസ്ഥർ സംശയിച്ചിരുന്നു. എന്നാൽ കിം ജു ആയയുടെ തുടർച്ചയായുള്ള സാന്നിധ്യം ഈ ചിന്ത മാറ്റാൻ അവരെ നിർബന്ധിതരാക്കി. കിം ജു ആയെ ചൈനയിലേക്ക് കൊണ്ടുപോയത് പിൻഗാമി എന്ന നിലയിലുള്ള അവരുടെ പ്രതിച്ഛായ കെട്ടിപ്പടുക്കാൻ സഹായിച്ചു എന്നാണ് NIS ഇപ്പോൾ വിലയിരുത്തുന്നത്. നമുക്കറിയാം, ഇവിടെ ഈ അധികാര തർക്കം എന്നൊരു വല്ലാത്ത വടംവലി ഉണ്ടാക്കുന്ന ഒരു പ്രഹേളികയായിരുന്നു ഉത്തര കൊറിയയിൽ ഇപ്പോഴും. കിം ജോങ് ഉടൻ അന്തരിക്കുകയാണ് എങ്കിൽ വലിയ തോതിലുള്ള അസ്ഥിരത ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്ന് US ആസ്ഥാനമായിട്ടുള്ള സിസ്റ്റം സെന്ററിന്റെ 38 നോർത്ത് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. നിലവിൽ രാഷ്ട്രീയമായി ശക്തരായിട്ടുള്ള കിം യോ ജോങ്ങിനെ പോലെയുള്ളവർക്കായിരിക്കും ആദ്യഘട്ടത്തിൽ മുൻതൂക്കം. അതേസമയം കിം ജു ആയെയും അവളുടെ 2 സഹോദരന്മാരും വരും വർഷങ്ങളിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ മാത്രം പ്രായമെത്തിയിട്ടില്ല എങ്കിൽ കൂടിയും അവരുടെ കൈകളിലേക്കാണ് ഇത് ചെല്ലുന്നത് എന്നതാണ്. ഒരു വലിയ ക്രൂരമായിട്ടുള്ള കുടുംബ ചരിത്രമുള്ള അല്ലെങ്കിൽ അത്തരത്തിലൊരു പശ്ചാത്തലമുള്ള വിഭാഗക്കാരാണ് ഈ കിം ജോങ് ഉന്നിന്റെ കുടുംബം. ഉത്തര കൊറിയൻ അധികാരത്തിന് വേണ്ടിയുള്ള ക്രൂരമായിട്ടുള്ള ശുദ്ധീകരണങ്ങൾ മുൻപും നടന്നിട്ടുണ്ട്. 2011 അധികാരം ഏറ്റെടുത്ത ശേഷം കിം ജോങ് ഉൻ തന്റെ അമ്മാവനും ഉപദേശകനുമായിരുന്ന ജാങ് സോങ് തെയ്ക്കിനെ 2013 വധശിക്ഷയ്ക്ക് വിധേയനാക്കിയിരുന്നു. കൂടാതെ ഈ കിമ്മിന്റെ അർദ്ധ സഹോദരനായിട്ടുള്ള കിം ജോങ് നാം 2017 മലേഷ്യയിൽ വിമാനത്താവളത്തിൽ വെച്ച് വിഷപ്രയോഗത്തിലൂടെ കൊല്ലപ്പെട്ടു എന്നുള്ളതും ഒരു ദുരൂഹതയായി തുടരുകയാണ്. ഇതിനൊക്കെ പുറമെയാണ് കിം ജോങ് ഉന്നിന്റെ സഹോദരി കിം യോ ജോങ്. അവരിൽ നിന്നായിരിക്കും പ്രധാന വെല്ലുവിളി ഉയരുക. 38 വയസ്സുകാരിയായിട്ടുള്ള അവർ ഉത്തര കൊറിയയിലെ 2ാമത്തെ ശക്തയായ വ്യക്തിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അവർക്ക് രാഷ്ട്രീയത്തിലും ഒപ്പം തന്നെ സൈന്യത്തിലും ശക്തമായിട്ടുള്ള പിന്തുണയുണ്ട്. നിലവിൽ വർക്കേഴ്സ് പാർട്ടി ഓഫ് കൊറിയയുടെ സെൻട്രൽ കമ്മിറ്റിയിൽ ഉന്നത പദവി വഹിക്കുന്ന കിം യോ ജോങ് തന്റെ സഹോദരൻ വലിയ സ്വാധീനമുണ്ട് എന്ന് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ഒരു അധികാര തർക്കം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ദക്ഷിണ കൊറിയൻ മുൻ ഇന്റലിജൻസ് മേധാവി രാജോങിയിൽ നിന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. തനിക്ക് അവസരമുണ്ടെന്ന് തോന്നിയാൽ കിം യോ ജോങ് തീർച്ചയായിട്ടും ഉന്നത പദവിയിലേക്ക് നീങ്ങുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഇത് സമയത്തെ ആശ്രയിച്ചിരിക്കും. പക്ഷെ തനിക്ക് പരമോന്നത നേതാവാകാൻ അവസരമുണ്ട് എന്ന് കിം യോ ജോങ് വിശ്വസിച്ചാൽ അവർ അത് പ്രയോജനപ്പെടുത്തുമെന്ന് കരുതേണ്ടിയിരിക്കുന്നു. ഉത്തര കൊറിയക്കകത്തും പുറത്തുമൊക്കെ ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു പ്രതിച്ഛായയാണ് ഇവർക്കുള്ളത്. സ്വന്തം പേരിൽ പ്രസ്താവനകൾ ഇറക്കാറുള്ള അവർ പലപ്പോഴും കടുത്ത ഭാഷയിലാണ് സംസാരിക്കാറുള്ളത്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ
ആണവായുധ ശേഖരമുള്ള രാജ്യങ്ങളിലൊന്ന് ഏതെന്ന് ചോദിച്ചാൽ ഉത്തര കൊറിയയാണ്. 2024 ജനുവരിയിലെ കണക്കനുസരിച്ചിട്ട് 50 ആണവ പോർമുനകൾ അവർ നിർമ്മിച്ചിട്ടുണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. ഇതുകൂടാതെ 70 മുതൽ 90 വരെ ആയുധങ്ങൾ നിർമ്മിക്കുവാനുള്ള അസംസ്കൃത വസ്തുക്കൾ അതിവർക്ക് ഉണ്ട് താനും. അങ്ങനെ ഇത്രത്തോളം കടുപ്പമേറിയ ഒരു രാജ്യമാണ്, ഇത്രത്തോളം ദുരൂഹതയുള്ള ഒരു രാജ്യമാണ്, ഇത്രത്തോളം ജനങ്ങളോട് ഒരു തരത്തിലുമുള്ള കമ്മിറ്റ്മെന്റ് ഉൾക്കൊള്ളാത്ത ഒരു രാജ്യമാണ്. മാത്രമല്ല വധശിക്ഷയും കൊല്ലലും കൊള്ളിവയ്പും ഒക്കെ ഒരു തുടർക്കഥയാവുന്ന ഒരു രാജ്യം കൂടിയാണ് ഉത്തര കൊറിയ. അപ്പോൾ കിം ജോങ് ഉന്നിനെ കൊല്ലാൻ ഏതെങ്കിലും വിധത്തിൽ സഹോദരി തയ്യാറെടുത്താൽ, അതായത് അധികാരത്തിന് വേണ്ടി തയ്യാറെടുത്താൽ നമ്മളതിൽ അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം ഇതേ കിം ജോങ് ഉന്ന് സ്വന്തം അമ്മാവനെയും തൻ്റെ അർദ്ധ സഹോദരനെയും വരെ കൊല്ലാൻ കൂട്ടുനിന്നതാണ്, കൊന്നിട്ടുള്ള ആളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇദ്ദേഹത്തിനെതിരെ, അതായത് കിം ജോങ് ഉന്നിനെ അദ്ദേഹത്തിന്റെ സഹോദരി ഏതെങ്കിലും വിധത്തിൽ കൊല്ലാൻ തയ്യാറായാൽ അതിൽ നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം അങ്ങനത്തെ പാരമ്പര്യമാണ് ഇവർക്കുള്ളത്. മകളെ പിൻഗാമിയാക്കുന്നതിൽ കുറഞ്ഞതൊന്നും കിം ജോങ് ഉന്ന് ആഗ്രഹിക്കുന്നുമില്ല.